കാസർഗോഡ് കീഴൂർ കടപ്പുറത്ത് നിന്നും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടെ കാണാതായ മുഹമ്മദ് റിയാസിനായുള്ള തിരച്ചിൽ ഊർജിതം. നാവികസേന, സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെ തിരച്ചിലിനായി രംഗത്തുണ്ട്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം കോസ്റ്റ് ഗാർഡിന്റെ ടീമെത്തി ഏരിയൽ സെർച്ചും നടത്തി. ജി-ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും 2024 ഏപ്രിൽ 4 മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ. കോൺടാക്ട് 77361 00443. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടെ കീഴൂർ മത്സ്യബന്ധന തുറമുഖത്ത് നിന്നും കാണാതായ കല്ലുവളപ്പിലെ പ്രവാസി മുഹമ്മദ് റിയാസിനെ 6 ദിവസമായിട്ടും കണ്ടെത്താനായില്ല. യുവാവിനെ കണ്ടെത്തുന്നതിനായി നാവികസേന, സ്കൂബ ഡൈവിംഗ് ടീമിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ തിരച്ചിലാണ് നടക്കുന്നത്. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ തെരച്ചിൽ ഏകോപനത്തിന് നേതൃത്വം നൽകുന്നു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം കോസ്റ്റ് ഗാർഡിന്റെ ടീമെത്തി ഏരിയൽ സെർച്ചും നടത്തി. കഴിഞ്ഞ ദിവസം ഫിഷറീസ് വകുപ്പ് ഏഴിമല മുതൽ തലശ്ശേരി വരെയും ഏഴിമല മുതൽ കീഴൂർ വരെയും തെരച്ചിൽ നടത്തിയിരുന്നു. ഓരോയിടത്തുമുള്ള ബോട്ടുകളിലേക്കും മത്സ്യത്തൊഴിലാളികൾക്കും വയർലെസ് വഴി നിർദ്ദേശം നൽകി. വിപുലമായ രീതിയിലായിരുന്നു ഫിഷറീസ് പെട്രോൾ ടീമിന്റെ തിരച്ചിൽ നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാരും തീരദേശ പോലീസും അഗ്നിശമന സേനാംഗങ്ങളും ചേർന്ന് ചന്ദ്രഗിരി പുഴയിലും കടലോരങ്ങളിലുമായി വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. ബേപ്പൂർ കോസ്റ്റൽ ഗാർഡ് MRSCയുടെ ഡോർണിയർ വിമാനമെത്തിയും തെരച്ചിൽ നടത്തിയിരുന്നു. ഷിരൂരിൽ അർജുനു വേണ്ടി തിരച്ചിൽ നടത്തിയ ഈശ്വർ മൽപ്പയെ കീഴൂരിലെത്തിച്ചും തിരച്ചിൽ നടത്തിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ മുതലാണ് ചെമ്മനാട് 2-ാം വാർഡ് കല്ലുവളപ്പിലെ പ്രവാസി യുവാവ് കെ മുഹമ്മദ് റിയാസിനെ കീഴൂർ മത്സ്യബന്ധന തുറമുഖത്ത് നിന്നും കാണാതായത്. തുറമുഖത്തിനടുത്ത് റിയാസിന്റെ സ്കൂട്ടറും ചൂണ്ടയിടുന്ന സാധന സാമഗ്രികളും ഉണ്ടായിരുന്നു. ചൂണ്ടയിടുന്നതിനിടെ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. മുഹമ്മദ് റിയാസ് അപകടത്തിൽപ്പെട്ട കീഴൂർ കടപ്പുറത്ത് രാജ്മോഹനെത്താൻ എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. തുടർന്ന് മുഹമ്മദ് റിയാസിന്റെ ചെമ്മനാട്ടെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി അറിയിക്കുകയും ചെയ്തു. മുഹമ്മദ് റിയാസിന്റെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ അടിയന്തര നടപടികൾക്കായി MP കേന്ദ്രമന്ത്രിമാർക്കും NDRF ഡയറക്ടർ ജനറലിനും കത്ത് നൽകിയിട്ടുണ്ട്. UDF ജില്ലാ ചെയർമാൻ കലക്ടർ മാഹിൻ, KV അബ്ദുൽ ഖാദർ, TD ഖബീർ, നോയൽ ടോമൻ ജോസഫ്, അൻവർ മാങ്ങാട് തുടങ്ങിയവർ MPയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.